നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് IVF ICSI ട്രീറ്റ്മെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റുകളെ പറ്റിയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലെ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് IVF അല്ലെങ്കിൽ ICSI ട്രീറ്റ്മെൻറ്റുകൾ. അത് സക്സസ് റേറ്റുകൾ കുറേ കൂടെ കൂട്ടുന്നു. നോർമലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനേക്കാൾ അപേക്ഷിച്ച് അതിൻ്റെ സക്സസ് റേറ്റ്സ് ഹയറാണ്, സാധ്യതകൾ കുറേ കൂടെ കൂടുതലാണ്. ഇങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ പോലും നമുക്കതിൽ കുറേ അഡ്വാൻസ്മെൻറ്റ്സ് വരുന്ന ഒരു മേഖലയാണ് ഈ IVF ട്രീറ്റ്മെൻറ്റ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എംബ്രിയോൻ്റെ കൾച്ചർ ഓഫ് ദി എംബ്രിയോസ് ആണ്. നമുക്ക് Day 2 Day 3 കിട്ടുന്ന എംബ്രിയോനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൾച്ചർ ചെയ്ത് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് എംബ്രിയോ ആക്കുക എന്ന് പറയുന്നത് സക്സസ് റേറ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഇതാണ്, നമുക്ക് ICSIയെക്കാളും ഒരു പീസോ ICSI പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ കൂടെ, അതായത് എൽഡർലി ആയിട്ടുള്ള കപ്പിൾസിൽ ഏജുകൾ കുറവായിട്ടുള്ള ഒരു പേഷ്യൻസിനും പ്രീവിയസ് IVF ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനും കുറച്ചുകൂടെ നല്ല ഭ്രൂണങ്ങൾ കിട്ടുകയും അതിലൂടെ സക്സസ് റേറ്റ് കൂട്ടാനായിട്ട് പറ്റുന്ന പീസോ ICSI പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ IVF ട്രീറ്റ്മെൻറ്റിലെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. എംബ്രിയോ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പം നല്ലൊരു എംബ്രിയോ ട്രാൻസ്ഫർ 30% സക്സസ് റേറ്റുകളെ ബാധിക്കുന്ന ഘടകം തന്നെയാണ്. പക്ഷേ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സീക്വൻഷ്യൽ ഈ ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മീഡിയക്കകത്ത് എംബ്രിയോ ഗ്ലൂ പോലത്തെ സംഭവം കൂടെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ചിൽ കാണിക്കുന്നത് എംബ്രിയോ ഗ്ലൂ വെക്കുന്നതിലൂടെ സക്സസ് റേറ്റ്സ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ യാനയിലാണെങ്കിൽ പോലും നമ്മുടെ ഡേറ്റയിൽ എംബ്രിയോ ഗ്ലൂവിലെ സക്സസ് റേറ്റ്സ് പ്രീവിയസ് ആയിട്ട് IVF ഫെയിലിയർ ആയ പേഷ്യൻസിന് എംബ്രിയോ ഗ്ലൂ വളരെ പോസിറ്റീവായിട്ട് സക്സസിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കുറേ പേഷ്യൻസ് വരാമല്ലോ. അപ്പോൾ നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ ഡോക്ടറെ ഞങ്ങൾ 3-4 പ്രാവശ്യം IVF ചെയ്തു, പക്ഷേ പോസിറ്റീവ്, എല്ലാ പ്രാവശ്യം നെഗറ്റീവ്. എല്ലാം നല്ല കാര്യങ്ങളായിരുന്നു, നല്ല എംബ്രിയോ ആയിരുന്നു, നല്ല ട്രാൻസ്ഫേഴ്സ് ആയിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ എൻഡോമെട്രിയൽ റിസപ്റ്റിവിറ്റിയിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഗർഭപാത്രത്തിനകത്തെ ലൈനിങ് ആയിട്ടുള്ള എൻഡോമെട്രിയത്തിനകത്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗർഭപാത്രത്തിനകത്ത് അത് പിടിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് എൻഡോമെട്രിയൽ റിസപ്റ്റിവിറ്റി അസൈകൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ ERA ടെസ്റ്റിങ്ങിലൂടെ നമുക്ക് സക്സസ് റേറ്റ്സ് കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണെങ്കിലും അറ്റോസിബാൻ പോലെ ഇഞ്ചെക്ഷൻസ് എടുത്ത് യൂട്രസിൻ്റെ കൺട്രാക്ഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. സീക്വൻഷ്യൽ ട്രാൻസ്ഫേഴ്സിലൂടെ സക്സസ് റേറ്റ്സ് കൂട്ടാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒരു IVF ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ പോലും ചിലവ് ചോദിക്കും, എത്ര IVF വരെ നിങ്ങൾക്ക് ചെയ്യാൻ ഡോക്ടറെ? ഞങ്ങൾ 2 IVF ചെയ്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് ഇത്ര നമ്പർ ഓഫ് IVF എന്നില്ല. IVFൽ പക്ഷേ നമുക്ക് കുറേ കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വരുന്നതിലൂടെ നമുക്കതിനകത്ത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകാനായിട്ടും എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആകാത്തതെന്നുള്ളൊരു കാര്യം അനലൈസ് ചെയ്യാനായിട്ടും അതിനെ വ്യക്തമായിട്ട് ടാർഗറ്റ് ചെയ്ത് നമുക്കതിനെ പോസിറ്റീവാക്കി കൊണ്ടുവരാനുള്ളൊരു പോസിബിലിറ്റികൾ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലൂടെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊരു IVF ട്രീറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരുണ്ടെങ്കിലും അവർ IVF ചെയ്തിട്ടുള്ളവരാണെങ്കിലും ചെയ്ത് പരാജയപ്പെട്ടിട്ടുള്ളവരാണെങ്കിലും അവരടുത്ത് പറയേണ്ട കാര്യം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് IVF ട്രീറ്റ്മെൻറ്റിനകത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കാൻ ആയിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബിക്കോസ് അങ്ങനെ പല ഡെവലപ്മെൻറ്റ്സ് ആർ ഓൾറെഡി ദെയർ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് അറിയിക്കുക. എത്രയും പെട്ടെന്ന് നല്ലൊരു സെൻറ്ററിൽ കണ്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം. നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.